ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. സദൃശവാക്യം 24-ാം അധ്യായത്തിന് 30, 31, 32 വാക്യം എടുത്തെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. സദൃശവാക്യം 24-ന്റെ 30 തൊട്ട് 32 വരെ. ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. എപ്പോഴും ഉപദേശം, നമ്മളെ ഉപദേശിക്കാൻ ആൾക്കാരുണ്ടാവും, നമ്മൾ ഉപദേശം പ്രാപിക്കും. പിന്നെ ആളുകൾ പറയും അവരെ കണ്ട് പഠിക്കുക, എത്ര ഇതായിട്ടാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളോട് പറയും അവർ പഠിക്കുന്നത് കണ്ടില്ലേ, അത് കണ്ട് നീ പഠിക്കുക. അവർ സ്പോർട്സിലില്ലേ, അത് കണ്ട് പഠിക്കുക. അവരുടെ ജീവിതം കണ്ട് പഠിക്കുക. എന്നാൽ ഇവിടെ അതല്ല. ഒരാൾ ചെയ്യാതിരിക്കുന്നത്, അയാളുടെ ജീവിതം തകർന്നു പോയത് കണ്ട് നമ്മളോട് പറയുകയാണ്. അത് കണ്ട് നമ്മൾ ഉപദേശം പ്രാപിക്കുകയും അത് നോക്കി നമ്മൾ വിചാരിക്കുകയും അത് കണ്ട് നമ്മൾ ഉപദേശം പ്രാപിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പം നന്മ മാത്രമല്ല, നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് നടക്കുന്ന തിന്മകളിലും ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ടുണ്ട്. അത് നമുക്ക് വന്നു കഴിയുമ്പോൾ അയ്യോ ഇപ്പോഴാണ് ഞാൻ പഠിച്ചു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നല്ല പറയേണ്ടത്. വേറെ സംഭവിക്കുന്ന കാണുമ്പം തന്നെ അയ്യോ അങ്ങനെ ജീവിച്ചാൽ എൻ്റെ ജീവിതവും ഇതുപോലെ ആയിത്തീരുമല്ലോ എന്ന് കണ്ട് ബുദ്ധി പ്രാപിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ വരുമ്പോഴല്ല, നമ്മുടെ വീട്ടിൽ വരുമ്പോഴല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുമ്പോഴത് നമ്മൾ നോക്കി കണ്ട് പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കാരണം നീതിമാൻ വീണാൽ 7 പ്രാവശ്യം ദൈവം അവനെ കൈക്ക് പിടിച്ചു ഉയർത്തും. നമ്മളൊക്കെ വീഴുമ്പോൾ കർത്താവ് നമ്മൾ എത്രയോ പ്രാവശ്യം കൈ പിടിച്ച് ഉയർത്തുന്നു. എന്നാൽ ഉയർത്താൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിതമായി തീരുവാനിടയാകരുത്. ഇവിടെ പറയാണ്, ഞാൻ മടിയൻ്റെ കണ്ടത്തിൻ്റെ അരികിൽ ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപത്തൂടെ പോയി. നമുക്കറിയാം, ഉപയോഗിക്കാതിരിക്കുന്ന എല്ലാം കുറേ കഴിയുമ്പോൾ തന്നെ നശിച്ചു പോകാനിടയാകും. ഒരു വീട് അടച്ചിട്ട് നോക്ക്. 10 വർഷം കഴിഞ്ഞ് പുത്തൻ വീട് പെയിൻ്റ് അടിച്ച് നമ്മൾ ഇട്ട വീട് 10 വർഷം കഴിഞ്ഞ് അവിടെ കയറി നോക്ക്, അതെന്തെങ്കിലുമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ആരും അതിനെ നശിപ്പിച്ചില്ല, പക്ഷെ അത് തന്നെ നശിച്ചു പോയിട്ടുണ്ടാവും. ഒരു ഇലക്ട്രോണിക് സാധനം വാങ്ങിച്ച്, പുത്തനായിട്ട് വാങ്ങിച്ച്, അയൺ ബോക്സോ എന്തെങ്കിലും വാങ്ങിച്ച് പാക്കറ്റ് പോലും പൊട്ടിക്കാതെ നിങ്ങൾ 10-20 വർഷം വെച്ചിട്ട് അത് പൊട്ടിച്ച് അതൊന്ന് ഓണാക്കി നോക്കിക്കേ, തന്നെ ഇരുന്നത് കേടായി പോയിട്ടുണ്ടാകും. ഏതൊരു സാധനവും തന്നെ ഇരുന്ന് അത് കേടായി പോകാൻ തക്കവണ്ണം ഇടയാവും. ഉപയോഗശൂന്യമായി ഇരിക്കുന്നിടത്തെല്ലാം അത് നശിച്ചു പോകാനായിട്ട് ഇടയാകും. രണ്ടാമത്, ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ അതിന്മേലൊരു പ്രയത്നം ചെയ്തില്ലെങ്കിൽ അത് നശിച്ചു പോകാനിടയാകും. ഉദാഹരണം പറഞ്ഞാൽ കത്തി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? അത് ഉപയോഗിക്കുന്നതാണെങ്കിലും പ്രയോജനകരമല്ലാതായിത്തീരും. സുഹൃത്ത് ബന്ധങ്ങളെ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര വിട്ടുപിരിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാൽ വർഷങ്ങളോളം ബന്ധമില്ലാതിരുന്നാലോ, ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ നമുക്ക് കാണുമ്പം ആ ഭയങ്കര ഇത് നമുക്ക് തോന്നണമെന്നില്ല. ആരോഗ്യം, നമ്മൾ ഒരു ശ്രദ്ധയുമില്ലാതെ നമ്മൾ എല്ലാം കഴിക്കുകയും എല്ലാം നമ്മൾ എക്സസൈസും ചെയ്യാതെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നാലോ, മരിക്കാറാകുന്ന ആ 1-2 വർഷം എപ്പോഴും നമുക്ക് ആരോഗ്യകരമായ, അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിയുമ്പം തൊട്ട് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നമ്മൾ തുടങ്ങുവാനായിട്ട് ഇടയാവും. അപ്പം ഏതൊരു ജീവിതത്തിലെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ആരോഗ്യം, പണമായിക്കൊള്ളട്ടെ, 55-60 വയസ്സാകുമ്പോൾ മിക്കവാറും റിട്ടയർ ചെയ്യേണ്ടി വരും മിക്കവർക്കും. ഇന്നലെ ഞാൻ ഒരാളെ കണ്ട്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നല്ല ബിസിനസ്സാണ്, ഓട്ടോമൊബൈലിൻ്റെ ബിസിനസ്സാണ്, പാർട്സിൻ്റെ ബിസിനസ്സാണ്, നല്ല കാശ്. നല്ല വയസ്സായതുകൊണ്ട് കടയിൽ പോയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോകാതിരുന്നിരുന്ന ബിസിനസ് തനിയെ കുറഞ്ഞു പോകാൻ തക്കവണ്ണം ഇടയാകും. അപ്പം നമ്മളത് ഒരു പ്രായം കഴിയുമ്പം
പണം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ആരോഗ്യം ഇത് അതുകൊണ്ട് ഉള്ള സമയത്ത് അത് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് നന്നായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം, അത് തന്ന സമയത്ത് അതിന്മേൽ പ്രയത്നിപ്പാൻ തക്കവണ്ണം, ആത്മീയ ജീവിതമാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അതിന്മേൽ പ്രയത്നിപ്പാൻ തക്കവണ്ണം തയ്യാറുള്ളവരായിരിക്കണം നമ്മളെല്ലാവരും. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ പ്രൊഡക്റ്റീവ് ആകണം, ഫലപ്രദമാകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരു യജമാനൻ്റെ ആഗ്രഹം ഈ കൃഷിയിടം ഇങ്ങനെ കിടക്കണമെന്നാണോ? കൃഷിക്കാർക്കറിയാം, ഒരു ഇച്ചിരി സ്ഥലം, ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ, ഒരു 10 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ അന്നേരം തന്നെ അവർ വാഴ വെക്കുകയോ ചീര നടുകയോ പയർ നടുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ, ഒരു യജമാനൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അത് എപ്പോഴും അത് ഫലപ്രദമായിരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ഒരു ഫലപ്രദമായ തോട്ടത്തിലോട്ട് ചെല്ലുവാണെങ്കിൽ അതെപ്പോഴും അവിടെ ആൾക്കാർ കാണും, ഉണ്ണി നടാൻ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ, അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടാനായിട്ട് ആരെങ്കിലുമൊക്കെ എപ്പോഴും അതിനകത്തൂടെ നടപ്പുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നശിച്ചു പോകാതെ വണ്ണം നിലനിൽക്കാനായിട്ട് ഇടയാകത്തുള്ളൂ. നമ്മുടെ ജീവിതം ദൈവം തന്ന ഇതുപോലെ ഒരു തോട്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ തോട്ടമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ, മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ തോട്ടം പോലെ ഇതുപോലെ ആയിത്തീരും. മുള്ളു പടർന്ന് പിടിച്ച് മൂടിയിരിക്കുന്നു, തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നു, കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നത്. എന്ന് വെച്ചാൽ നാളുകളായി, അതുകൊണ്ടാണല്ലോ മതിൽ വരെ ഇടിഞ്ഞു പോയത്. നാളുകളായിട്ട് അതിനകത്ത് ആരും ഒരു പ്രയത്നമോ ഒരു വർക്ക് അതിനകത്ത് നടന്നിട്ടില്ല. ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത് പ്രയോജനകരമല്ലാത്ത രീതിയിലേക്ക് ആ സ്ഥലം പോവാൻ തക്കവണ്ണം ഇടയായി. നമുക്കൊരായുസ് ദൈവം തന്നിരിക്കുന്നു, നമുക്ക് ഏതാനും വർഷങ്ങളും കൂടെ ദൈവം തന്നിരിക്കുന്നു. നമ്മുടെ തോട്ടത്തിനകത്ത് നമ്മുടെ താലന്തുകളെ, കഴിവുകളെ, ആത്മീയ ജീവിതം, ബന്ധങ്ങളെ, ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ഇങ്ങനെയെല്ലാം ഈ തോട്ടത്തിനകത്ത് നമുക്ക് കൃഷി ചെയ്യുവാനുള്ള സൗകര്യവും ദൈവം തന്നിരിക്കുന്നു. എന്നാൽ ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ മുള്ളും പറക്കാരെയും അതിനകത്ത് വളരുവാനും ഇതുപോലെ ഇയാളുടെ ഈ തോട്ടം പോലെ ഈ തോട്ടമായി തീരുവാനും തക്കവണ്ണം ഇടയാകും. അപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ, ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് ബന്ധം നിലനിർത്താൻ പറ്റത്തുള്ളൂ. മനുഷ്യരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് എങ്ങനെയാ? സംസാരിച്ചാലേ പറ്റത്തുള്ളൂ. ഫോൺ വിളിക്കുകയോ, അല്ലെ എത്രയോ പേരാ മക്കളുമായിട്ട് ബന്ധമില്ല, മക്കളെ പറയുമ്പോൾ പക്ഷെ ബന്ധമില്ല, മരുമക്കളുമായിട്ട് ബന്ധമില്ല, കാരണം സംസാരിക്കുന്നില്ല, എഫേർട്ട് ഇടുന്നില്ല. ആ തോട്ടം അവരുടെ പോയി കിടക്കുകയാണ്. അല്ലെങ്കിൽ സഭയുമായിട്ട് ബന്ധമില്ല, കാരണം ആ തോട്ടം പോയി കിടക്കുകയാണ്. ചില ആളുകളെ നമുക്ക് കാണാം, അവർ ജോലി സ്ഥലത്ത് വളരെ മിടുക്കരായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. വേണേൽ 5 മണി കഴിഞ്ഞ് 6 മണി 7 മണി വരെയും വേണേൽ ജോലി ചെയ്യും. അത്രയ്ക്ക് ഫലപ്രദമായിരിക്കും. അവരുടെ ആ തോട്ടം നിറഞ്ഞങ്ങോട്ട് എല്ലാവർക്കും കാണാവുന്ന പോലെ നിൽക്കും. എന്നാൽ വീട്ടിൽ വരുമ്പോൾ മക്കളുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, അവിടെ മുള്ളു കയറി കിടക്കുമായിരിക്കും. ചില അമ്മമാർക്ക് മക്കളുമായിട്ട് ഭയങ്കര കണക്ഷനായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, എല്ലാം ഭയങ്കര കൂട്ടായിരിക്കും. എന്നാൽ ആത്മാവിനെ പറ്റി ഒരു ചിന്തയും ഇല്ലാതെ ആത്മീയ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരികയോ ഉപവാസ പ്രാർത്ഥന ഒന്നും ചെയ്യാതെ ആ തോട്ടം അവരങ്ങ് മോശമാക്കിയിട്ടേക്കുമായിരിക്കും. ചില കുടുംബങ്ങൾ വരുമ്പം എല്ലാം ഒരേ കളർ ഡ്രസ്സ് ഇടുന്ന ആകെപ്പാടെ ബഹളമായിരിക്കും. പുറത്ത് കാണാൻ ഭയങ്കര സന്തോഷവും ബഹളവും എല്ലാം ആയിരിക്കും. എന്നാൽ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ പിന്നെ സംസാരമില്ലായിരിക്കും. അപ്പോൾ അവിടെ ആ തോട്ടം നെഗ്ലക്റ്റ് ചെയ്തിട്ടേക്കുമായിരിക്കും. വേറെ തോട്ടം. അപ്പോൾ ഇവിടെ കണ്ടമുണ്ട്, തോട്ടമുണ്ട്, പലത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് നമ്മൾ ഉപയോഗശൂന്യമാക്കിയിട്ടേക്കുന്നതും എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളിൽ തന്നെ നോക്കണം. ഈ വർഷം അതാണ് ദൈവം നമ്മളെ സന്ദർശന ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ നിലനിൽക്കണമെങ്കിൽ, അതിൽ വീണു പോകാതിരിക്കണമെങ്കിൽ
വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ അടുത്ത് ചെല്ലുന്നവരായിരിക്കണം. അതിന് നമുക്ക് ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം, ടോർച്ച് അകത്തോട്ടായിരിക്കണം. നമുക്ക് കണ്ണ് പുറത്തോട്ടായതുകൊണ്ട് എല്ലാം കാണാം നമുക്കല്ലേ. എല്ലാം മറ്റുള്ളവരുടെ തോട്ടത്തെ പറ്റി അഭിപ്രായം എഴുതാൻ പറഞ്ഞാൽ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. എനിക്ക് തന്ന തോട്ടത്തെ പറ്റി എനിക്ക് എന്താ എഴുതാനുള്ളത്, എൻ്റെ അഭിപ്രായം എന്താണ്, ഞാനത് ഏതൊക്കെ മേഖലകളിൽ എനിക്കിനി അത് ശരിയാക്കാനുണ്ട്, എവിടെയാണ് മുള്ള് കയറി കിടക്കുന്നത്, ഏത് ഭാഗത്താണ് മതിലിടിഞ്ഞ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. എല്ലാം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആരോഗ്യം ഈ മുട്ടും എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ഡോറൊക്കെ വലിച്ചു തുറക്കുമ്പോൾ അവിടെ തുരുമ്പരിക്കുന്ന പോലെ ശരീരത്തിൽ ഉപയോഗിക്കാത്ത ഭാഗങ്ങളൊക്കെ തുരുമ്പരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യണം, നടക്കണോ, എല്ലാം ഒന്ന് ശരീരം മൊത്തം നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. ആഹാരം ശ്രദ്ധിക്കുന്നവരായിരിക്കണം. ഡയബറ്റീസും പ്രഷറോ മറ്റ് പല രോഗങ്ങളുള്ളപ്പോഴും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ, നമ്മുടെ ബ്ലഡ് കൗണ്ട് നോക്കാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മക്കളുടെ കീഴിലോട്ടാകുന്ന ഒരു കാലം വരും. അന്നേരം പിന്നെ അവർ പറയും, അമ്മയ്ക്ക് എപ്പോഴും ആശുപത്രി കൊണ്ടുപോകണേ, ഈ മാസം എത്ര ബില്ലായെന്നറിയാവോ എന്ന് അവർ ചോദിക്കാനിടയാകും. അപ്പോൾ ജീവിതശൈലിയും കൊണ്ട്, ജീവിതം കൊണ്ട് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. ജീവിതശൈലിയും കൊണ്ട് ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ വർക്ക് ചെയ്യണം. ആളുകളോട് എല്ലാവരോടും സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, മറ്റുള്ളവരെ നമ്മളെ കുറ്റം പറയുന്നതിനെക്കാട്ടിലും 100% അവരുടെ കയ്യിലായിരിക്കും തെറ്റെങ്കിലും അവരാ തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ, സഹാനുഭൂതിയുണ്ടോ, സഹനശക്തി ഉണ്ടോ? ചെറിയ പാത്രമാണെങ്കിൽ കുറച്ച് വെള്ളം വീഴുമ്പോൾ തുളുമ്പിപ്പോവും. വലിയ പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ സഹനശക്തിയുടെ പാത്രം വലുതാക്കണം. കാരണം ആളുകളെല്ലാവരും നല്ലവരാകണമെന്നില്ല. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും, നമ്മുടെ കൂടപ്പിറപ്പുകളെല്ലാം നമ്മളോട് നന്നായിട്ട് ഇടപെടണമെന്നില്ല. അവിടെ നമുക്ക് സഹനശക്തിയുടെ തോട്ടം വളർത്താനേ നമുക്ക് പറ്റത്തുള്ളൂ, അതിൻ്റെ ചെടികൾ വളർത്താനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വർഷം നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വർഷമായി തീരണം. ദൈവം നമുക്ക് തന്ന അവസരമാണിത്. ഈ വചനം ദൈവം തന്നതാണ്. ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ തോട്ടത്തെ ക്രമീകരിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഒരിക്കലും രാജാവ് ദൂതനെ സന്ദേശം ചെയ്യാനുള്ള കൊട്ടാരത്തിൽ നിന്ന് വിട്ടു. എന്നാൽ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ദൂതുമായിട്ട് ഇയാൾ പോയി കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ പോകുന്ന വഴിക്ക് എല്ലാവരോടും വർത്താനം പറഞ്ഞ് നിന്ന് അവരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് എല്ലാം ചെയ്യും. പക്ഷേ വളരെ പെതുക്കെയാണ് രാജാവിൻ്റെ കാര്യം ചെയ്തിട്ട് വരത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് ഇടപെടണം. അപ്പോൾ രാജാവ് തീരുമാനിച്ച് ഇയാളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്താ ചെയ്യേ, ഇങ്ങനെയല്ല എന്നുള്ളത്. രാജാവ് എന്ത് ചെയ്തു, ഒരു ദിവസം ഇയാളെ വിളിച്ചിട്ട് ഒരു സ്പൂണിനകത്ത് എണ്ണ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നടന്നു പോയിട്ട് ഇത് കളയാതെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് 2 ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളുടെ പുറകെ പോകണം, ഒരു തുള്ളി എണ്ണ ഇതിനകത്തൊന്ന് കളയുവാണ്, അപ്പം തന്നെ തല വെട്ടിയേക്കണമെന്ന് പറഞ്ഞു. അധികാരം തന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മാർക്കറ്റിൽ പോയി 1/2 മണിക്കൂറും കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്താ ഇന്ന് ആരെയും കണ്ടില്ലേ, സംസാരിച്ചില്ലേ? ഇയാൾ പറഞ്ഞു, ഈ സ്പൂണിൽ നിന്ന് ഞാൻ എൻ്റെ കണ്ണെടുത്തിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. കാരണം ഒരു തുള്ളി താഴെ വീണാൽ എൻ്റെ തല നിലത്ത് കിടന്ന് ഉരുളുവെന്ന് എനിക്കറിയാം. അപ്പം ശ്രദ്ധ മുഴുവനും ഈ എണ്ണയിലായിരുന്നപ്പോൾ മറ്റൊരു കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇടയായില്ല. അപ്പോൾ ഈ വർഷം നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ തോട്ടത്തിലേക്കായിരിക്കണം. നമ്മുടെ തോട്ടം നന്നാക്കുന്നതിലായിരിക്കണം. വേറെ ഒരാളുടെ തോട്ടം
കണ്ടുപഠിക്കുക. അതായത് എനിക്ക് നിങ്ങളുടെ തോട്ടം കണ്ടുപഠിക്കാനും നിങ്ങൾക്ക് എൻ്റെ തോട്ടം കണ്ടുപഠിക്കാനുമുള്ള ഉപദേശം പ്രാപിക്കാനുള്ള വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കിട്ടുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ തോട്ടങ്ങളെ സൂക്ഷിക്കേണ്ടിയായിരിക്കണം. ഇല്ലെങ്കിൽ മാനസാന്തരപ്പെടാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. കാരണം തോട്ടത്തിൽ നിന്ന് ഫലത്തിന് വേണ്ടി യജമാനൻ വരുമ്പോഴത്തേക്ക് ഉടനെ പോയി തോട്ടം ശരിയാക്കി നമുക്ക് ഫലം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ ഇടയാകും. ഒരു ഉദാഹരണം ഇതിനു വേണ്ടി വചനത്തിൽ നിന്ന് ഞാൻ തന്നെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യം നമുക്ക് നോക്കാം. എബ്രായർ 12-ന്റെ 15, 16, 17. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിച്ച്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറ്റമുള്ള വല്ല കയ്പിൻ്റെ വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പോ പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശുവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. ഇവിടെ പറയുകയാണ്, ശുദ്ധീകരണം കൂടാതെ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ആ ശുദ്ധീകരണത്തിൽ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്താണ്? ദൈവകൃപ വിട്ട് നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പിന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. അതൊന്ന് കയ്പിൻ്റെ വേര് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ക്ഷമിക്കുന്നതിന് പകരം നിരന്തരമായി ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ അമ്മായിമ്മയായിരിക്കാം, മരുമോളായിരിക്കാം. അങ്ങനത്തെ ബന്ധങ്ങളുണ്ടല്ലോ, നമുക്ക് വിട്ടു പോകാനും പറ്റത്തില്ല. നിരന്തരമായി നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ ചിന്തിച്ച് കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെ അയൽവക്കമായിരിക്കാം, അല്ലെ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം. ആരെങ്കിലും ഒരാൾ നിരന്തരമായി നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വേരിറങ്ങാൻ, അതങ്ങ് വളർന്ന് വേര് പിന്നെ ഹൃദയത്തിനകത്തോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ദുർനടപ്പാചരിച്ചാൽ വിശുദ്ധി നഷ്ടപ്പെടും. പിന്നെ ഇവിടെ പറയുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഏശാവിന് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുത്തില്ല. കണ്ണുനീരോടെ നിലവിളിച്ച് കർത്താവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടും ഏശാവിന് അത് നഷ്ടപ്പെടുവാനിടയായി. കാരണം അഭക്തനായിരുന്നു അവന്. അതെന്തുകൊണ്ടത് നമുക്ക് നോക്കാൻ പോവുകയാണ്. എന്നാൽ കായീൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ, കായീന് വലിയ തെറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്തത്? ഹാബേലിനെ കൊന്നു. എന്നാൽ കായീൻ ഓടി വന്ന് ദൈവത്തോട് പറയാണ്, ഇനി എല്ലാവരും എന്നെ കൊല്ലും, ഇനി എൻ്റെ ജീവിതം തകരും, ഞാൻ ഹാബേലിനെ കൊന്നല്ലോ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഉടനെ ഒരു അടയാളം കായീന് കൊടുത്തിട്ട് പറഞ്ഞു, കായീനെ തൊടുന്നവനോട് ഞാൻ 6 മടങ്ങ് പ്രതികാരം വീട്ടുമെന്ന്. ദൈവം തന്നെ കായീന് തുണയായിട്ട് നിന്നു. കായീനോട് ദൈവം ക്ഷമിച്ചു. എന്നാൽ ഏശാവിന് അനുഗ്രഹം വരേണ്ടി വന്നപ്പോൾ ഏശാവ് മാനസാന്തരപ്പെടാൻ വന്നു. പക്ഷെ അന്നേരം ദൈവം കരഞ്ഞപേക്ഷിച്ചിട്ടും അത് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായില്ല. ഈ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. ഏശാവും യാക്കോബും, ഇസഹാക്കിനുള്ള 2 മക്കൾ. ഏശാവ് നല്ല ആഹാരമൊക്കെ വേട്ടയാടി ഇറച്ചിയെടുക്കുന്ന ആള്. യാക്കോബ് വീട്ടിൽ തന്നെ താമസിക്കുന്ന ആള്. നല്ലൊരു ദിവസം വേട്ട കഴിഞ്ഞ് വന്നപ്പോൾ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പായസത്തിന് മണം ഇങ്ങനെ അടിച്ചപ്പോൾ പുള്ളിക്കങ്ങ് ആ ആഗ്രഹം, ഫുഡിനോടുള്ള ആഗ്രഹം സഹിക്കാൻ മേലാതെ. ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് പിന്നെ പറയും, എനിക്ക് തലകറക്കമായിരുന്നു, എന്തെങ്കിലും പറഞ്ഞ് ആ ഫുഡ് കഴിക്കാൻ നമുക്കൊരു പ്രേരണ വരുന്നത് പോലെ. ഈ ഏശാവിന് അത് കിട്ടിയേ തീരത്തുള്ളൂ. അപ്പം യാക്കോബ് ഭയങ്കര ഉപായിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠാവകാശം എനിക്ക് തരണം. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്
ജന്മന ദൈവം തരുന്നൊരു അവകാശം. ആർക്കും കാശ് കൊടുത്ത് വാങ്ങിക്കാനൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം മൂത്ത മോനായിട്ട് ജനിക്കുക എന്നുള്ളത് അതാര് തീരുമാനിക്കും? ദൈവത്തിനെ പറ്റത്തുള്ളൂ. അപ്പം മൂത്ത മോനായിട്ട് ആ ഒരു വലിയ പ്രിവിലേജ് ദൈവം കൊടുത്തു ഈ ഏശാവിന്. മൂത്ത മോനായിട്ട് ജനിച്ചാൽ ഇരട്ടി പങ്കാണ്, സ്വത്തിൻ്റെ എല്ലാം അവകാശിയാണ്, അടുത്ത ഹെഡ് ഓഫ് ദ ഹൗസ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കാർന്നോരെന്ന് പറഞ്ഞാൽ 5-8 പേരൊക്കെ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ പണ്ട് അങ്ങനെ അല്ലല്ലോ. 50-100 പേരുള്ളിടത്ത് ഒരു നാടുവാഴി പോലെ ജീവിക്കാൻ പറ്റും ഒരു വീട്ടിലെ ഹെഡെന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു നാടുവാഴിയാനുള്ള അവസരവും തീരുമാനങ്ങളെല്ലാം എടുക്കാനുള്ള അവസരവും ഇതൊന്നും നേടിയെടുത്തതല്ല, ദൈവം ദാനം ചെയ്ത് ഇവന് അങ്ങനെ ജനിച്ചവനായിരുന്നു. നമുക്ക് യേശുക്രിസ്തുവിനാൽ ജനിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഇതേപോലെയാണ്. നമ്മുടെ മിടുക്കും കൊണ്ടല്ല, ആരെങ്കിലും നമുക്ക് സ്വയം നേടിയെടുക്കാൻ പറ്റത്തില്ല, കാശ് കൊടുത്ത് മാറാൻ പറ്റാത്ത വീണ്ടും ജനനം കിട്ടുന്നത് പോലെയാണ് ജ്യേഷ്ഠാവകാശം കിട്ടിയത്. എന്നാൽ ആ പായസത്തിന് വേണ്ടി അപ്പോഴത്തെ ആ പെട്ടെന്നുണ്ടായ ആ ഒരു ചിന്തിക്കാതെ ഇത്രയും വലിയൊരു കാര്യം കൊടുത്തു. ദൈവം കൊടുത്തതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് ചിന്തിച്ചില്ല. അതൊരു വലിയ അതിപ്പോൾ എന്താ, ജ്യേഷ്ഠാവകാശം നമുക്ക് അല്ലെങ്കിലും സ്വത്തുണ്ടല്ലോ, ഇത് പോയാൽ എന്താ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടല്ലോ, ഇതിപ്പോൾ ആർക്ക് വേണം എന്നുള്ള രീതിയിൽ, അല്ല പിന്നെ നേടിയെടുക്കാം, പിന്നെ നമുക്ക് സംസാരിക്കാം, പിന്നെ കാര്യങ്ങൾ നേടാം, അലക്ഷ്യമാക്കി കളഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ വർഷങ്ങളോളം ജീവിച്ചു. എല്ലാവരും മറന്ന ആ കാര്യം. അത് കഴിഞ്ഞ് ഇസഹാക്ക് അപ്പൻ മരിക്കാറായപ്പം പറഞ്ഞു, നല്ല ഇറച്ചി, കാട്ടിറച്ചി കൊണ്ടുപോവാ, കാരണം നീ ജ്യേഷ്ഠനല്ലേ, വാക്കുകളാൽ അനുഗ്രഹിക്കണം, അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം തലമുറയിലേക്ക് വരത്തുള്ളൂ. അപ്പം ഞാൻ നിന്നെ ആ ഇറച്ചി തിന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷമായിരിക്കുമ്പോൾ നന്നായിട്ട് അനുഗ്രഹിക്കാൻ പോയി ഇറച്ചി കാട്ടിപ്പോയി എനിക്കിഷ്ടം ഒരാട് എന്തിനെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ അനുഗ്രഹം കിട്ടുന്ന സമയമായിരിക്കുകയാണ് ഏശാവിന്. എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മുടെ മക്കളെ നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേര് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, നീ അനുഭവിക്കും, ദൈവം ശിക്ഷിക്കും, അത് വരും, അത് നോക്കിക്കോ, ഇത് നോക്കിക്കോ, നീ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിനക്കിതിന് എന്നെ ചെയ്തതിന് തരും. ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ പറയുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, പ്രാർത്ഥിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ അന്നേരത്തെ ആ ദേഷ്യത്തിനും പിള്ളേരനുസരിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. കാരണം പറയുന്നത് അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയാകും. കുഞ്ഞുങ്ങളെ എപ്പോഴും അനുഗ്രഹിച്ചോണം. ഗോഡ് ബ്ലസ് യു എന്നോ പോയി അനുഗ്രഹിക്കപ്പെടട്ടെന്നോ ഇതിന് അല്ലാത്ത വരുമ്പോൾ ഇച്ചിരി വെള്ളം വായിലൊഴിച്ച് വെച്ചിരുന്നോ, ഇങ്ങനെ നിറച്ച് ദേഷ്യം വരുമ്പോൾ ഇറക്കി അവിടെ ഇരുന്നാൽ മതി. കാരണം ഇതുപോലെ നികത്താൻ പറ്റാത്ത മിസ്റ്റേക്ക്, ഇറിവേഴ്സിബിൾ എന്ന് പറയും. ഇത്തരം കാര്യങ്ങളെ ഇനി ബൈബിളിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് എൻ്റെ കൈക്ക് ഇപ്പം ദൈവം ഒരു ശിക്ഷ തന്ന് ചൊറി വന്നെന്നിരിക്കട്ടെ, മൊത്തം അളിഞ്ഞു പൊട്ടി, അതിവേദനയാണ്. പക്ഷേ എനിക്ക് എന്നും പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവമേ എന്നെ ക്ഷമിക്കണം, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, എനിക്ക് തെറ്റിപ്പോയി, എന്നെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ എൻ്റെ കൈ മുറിച്ച് കളഞ്ഞാലോ, കൈ വളരണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. ചിലത് റിവേഴ്സ് ചെയ്തെടുക്കാം. അതായത് പ്രാർത്ഥിച്ച് ദൈവം നമുക്കതിനൊരു നീക്കുപോക്ക് തരും. എന്നാൽ ചില തെറ്റുകളുണ്ട്, അത് മുറിച്ച് കളയുന്നതിന് തുല്യമായിരിക്കും. വേറെ ദൈവം അനുഗ്രഹിക്കും, പിന്നെ ദൈവം നമ്മളെ കൈവിടത്തില്ല, നമുക്ക് പിന്നെ ഒന്നേന്ന് തുടങ്ങാനായിട്ട് പറ്റും. ഇതിനൊരു നീക്കുപോക്ക് തരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. ദൈവം വിശുദ്ധനായതുകൊണ്ട് അഭക്തി ഉണ്ടാകരുത്. അലക്ഷ്യമായി നമ്മൾ ശുശ്രൂഷ ചെയ്യുകയോ ക്രിസ്തീയ ജീവിതം നയിക്കുകയോ ചെയ്യുവാനായിട്ട് പാടില്ല.
കാരണം വിശുദ്ധനായ ദൈവം എപ്പോഴാണ് സന്ദർശന ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറയുകയും അകൃത്യങ്ങളും അതിക്രമങ്ങളോ മുറുകെ പറ്റുന്ന പാപങ്ങളൊക്കെ ഉണ്ടോ എന്ന് എപ്പോഴും ടോർച്ചടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇവിടെ ഇതാ അനുഗ്രഹത്തിൻ്റെ സമയമായി. ജ്യേഷ്ഠാവകാശം പോയി, എല്ലാവരും മറന്നുപോയി. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ പടിയായിട്ടുള്ള അനുഗ്രഹം വരുന്ന സമയമായപ്പോൾ ഈ ഏശാവ് കാട്ടിപ്പോയി വേട്ടയിറച്ചിക്ക് വേണ്ടി പോയി. എന്നാൽ ആ സമയത്ത് റിബേക്ക യാക്കോബിനോട് പറഞ്ഞു, അപ്പൻ എല്ലാ അനുഗ്രഹവും ചേട്ടന് കൊടുക്കാൻ പോവാ, നിനക്ക് അനുഗ്രഹം കിട്ടണ്ടേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ പോയി അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്കറിയാമല്ലോ അപ്പൻ എങ്ങനത്തെ ആഹാരം ഏറ്റവും ഇഷ്ടം, അതുപോലെ രുചിയായിട്ട് ഞാൻ വെച്ച് തരാം, ഇതുകൊണ്ട് കൊടുക്ക്. അപ്പം ഇസ്ഹാക്കിന് കണ്ണ് കാണത്തില്ല. യാക്കോബ് പറഞ്ഞു, അപ്പൻ എന്നെ തപ്പി നോക്കിയാൽ അറിയും, എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാകും, ഇത് പിന്നെ എനിക്ക് ശാപം കിട്ടുമെന്നെല്ലാം പറഞ്ഞപ്പോൾ റിബേക്ക പറഞ്ഞു, ഞാൻ ശാപം ഏറ്റെടുത്തോളാം, നിനക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പിന്നെ ആടിൻ്റെ രോമമൊക്കെ ഇട്ടുകൊണ്ട് അപ്പൻ്റെ അടുക്ക ചെന്നു. അപ്പൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഇറച്ചി കൊടുത്തു. അപ്പം പറയുന്നുണ്ട്, നിൻ്റെ ശബ്ദം കേൾക്കുമ്പം ഇതല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും തൊട്ടൊക്കെ നോക്കി ആ ഡ്രസ്സിട്ട് ആ മണമൊക്കെ നോക്കിയപ്പോൾ ഏശാവാന്ന് വിചാരിച്ച് മുഴുവൻ അനുഗ്രഹവും ആ ഇറച്ചി തിന്നെ സന്തോഷത്തിൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചില സമയം കഴിഞ്ഞപ്പോൾ ഏശാവ് വരികയാണ്. ഇറച്ചി എല്ലാം അപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ. കാരണം അനുഗ്രഹം പ്രാപിപ്പാൻ യോഗ്യൻ ഏശാവാണല്ലോ, ഏശാവിനാണ് അത് കിട്ടേണ്ടത്, മൂത്ത മോനല്ലേ. അതിനുവേണ്ടി അവിടെ വന്ന് ഇറച്ചി കൊടുത്തപ്പോഴാണ് ഏശാവിന് മനസ്സിലായത്, ഞാൻ കബളിപ്പിക്കപ്പെട്ടു പോയി, അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി, ഇനി എനിക്ക് തരാനൊന്നുമില്ല അപ്പൻ്റെ. അവിടെ വെച്ച് ഏശാവ് കരഞ്ഞു ചോദിക്കുന്നുണ്ട്, അപ്പ ഒരനുഗ്രഹം ഒന്നെങ്കിൽ എനിക്ക് തരാമോ അപ്പ, എനിക്കൊരു അനുഗ്രഹമെങ്കിലും ഇല്ലേ? ഇറിവേഴ്സിബിളാണ്. കാരണം തിരികെ അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും വലിയ ബർത്ത് റൈറ്റും എല്ലാം ദൈവം കൊടുത്തതിനെ അലക്ഷ്യമാക്കി കളഞ്ഞ ഏശാവ്. അതൊരു കൂസലില്ലാതെ എത്രയോ പേർക്ക് ഈ വീടുജനം ഒരു കൂസലില്ല. സഭായത്തിന് വരണമെന്നോ, പ്രാർത്ഥനകൾക്ക് വരണമെന്നോ, ആത്മീയ ജീവിതം മുന്നേറണമെന്നോ, ഒന്നും ഒരു ഉപവസിക്കണമെന്നോ, നമുക്ക് നന്നാവണമെന്നോ ഒന്നും കൂസലില്ലാതെ ജീവിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ചില സമയത്ത് സന്ദർശന ദിവസത്തിൽ കേണപേക്ഷിച്ചാലോ ചിലപ്പോൾ അനുഗ്രഹം കിട്ടിയില്ലെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, പാപങ്ങളെ ഏറ്റുപറയുക, സ്വമേധ പാപങ്ങളുണ്ടോ എന്ന് ചോദിക്കുക, മനഃപൂർവ്വ പാപങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, കർത്താവേ ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് തരല്ലേ, അപ്പോൾ എന്നെ കറക്റ്റ് ചെയ്തെടുക്കണേ കർത്താവേ എന്ന് ചോദിക്കണം കർത്താവിനോട്. മറന്നു കിടന്നു പോയതെല്ലാം എന്നെ ഓർപ്പിക്കണം. ഇതേപോലെ അഭക്തമായി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ, ശ്രദ്ധയില്ലാതെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഏശാവ് നല്ല മോനായിരുന്നു. കാരണം ഈ അപ്പം പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഇറച്ചിയൊക്കെ എടുക്കാനായിട്ട് കാട്ടിപ്പോയി വേട്ടി ആടി അപ്പൻ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല മോനായിരുന്നു ഏശാവ്. എന്നാൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത മോനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തോട്ടം ഈ വർഷം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം, തോട്ടത്തിനകത്ത് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. കർത്താവ് എന്താ പറയുന്നത് നമുക്കറിയത്തില്ല. പലതും കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്ന് വിവേചിച്ച് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്കറിയത്തില്ല. നമ്മളെപ്പോഴും ഓർക്കും ദൈവം അനുഗ്രഹിക്കാൻ പോവാന്നോ ഉയർത്താൻ പോവാന്നുള്ള രീതിയിലിരിക്കും. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കേണ്ട സമയങ്ങളിൽ നമുക്കത് അറിയാതെ പോകും. എണ്ണ സ്വരൂപിക്കേണ്ട കാലത്ത് കത്തിക്കൊണ്ടിരിക്കുവാനിടയാവും. ഒരു കത്തേണ്ട സമയം വരുമ്പോൾ എണ്ണയില്ലാതായി തീരുവാനിടയാവും. അപ്പോൾ എല്ലാ സമയത്തും നാം ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ നിൽക്കാൻ തക്കവണ്ണം നമ്മുടെ തോട്ടത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഏശാവിനെ പോലെ വരുവാൻ തക്കവണ്ണം ഇടയാകരുത് കർത്താവേ. ഇറിവേഴ്സിബിൾ എന്ന് വെച്ചാൽ തിരികെ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയാകരുത്. അവിടുന്ന് കാണിച്ചു തരണമേ കർത്താവേ. ഏത് കാര്യമാണേലും തിരുത്താൻ തയ്യാറാണെന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അങ്ങനെ ആകുമ്പോൾ കർത്താവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. അതിന്മേൽ കർത്താവ് പ്രവർത്തിക്കുക. കർത്താവിന് ആരും നഷ്ടപ്പെടാൻ താല്പര്യമില്ല, ആരുടെ ജീവിതവും തകർന്നു പോകാൻ കർത്താവിന് താല്പര്യമില്ല. എന്നാൽ നമ്മളാണ്, ഇവിടെ ഏശാവാണ് അതിന് മുൻകൈ എടുത്തതുപോലെ നമ്മൾ ശ്രദ്ധയില്ലാതെ അഭക്തരായി ജീവിക്കരുത്. ഭക്തി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഭക്തിയില്ല ജീവിക്കുക. നമ്മളും അറിയുന്നില്ല, നമ്മുടെ തോട്ടം തകർന്നു പോയതും നമ്മളും അറിയുന്നില്ല. ആ ഒരു നിലവാരത്തിൽ ജീവിക്കാതെ വേണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ദിവസം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട്, താഴ്മ ധരിച്ചുകൊണ്ട്, എൻ്റെ തോട്ടത്തെ കർത്താവ് പണിയണമേ, കർത്താവേ എൻ്റെ ജീവിതത്തെ പണിതെടുക്കണമേ, മുള്ളും പറക്കാരെയും ഉള്ളതും മാറ്റിത്തരണമേ കർത്താവേ, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് വേണ്ടി ചെയ്തു തരണമേ കർത്താവേ, ഇറവേഴ്സിബിളായിട്ടുള്ള ഒരു കാര്യം പോലും എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ ഇടയാകരുത് എന്നൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബാക്കി കർത്താവ് ചെയ്തുകൊള്ളും. എപ്പോൾ നമ്മൾ ഇതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പവുമില്ല, യേശവത വിചാരിച്ച് എനിക്കൊരു കുഴപ്പവുമില്ല, ബർത്ത് വിട്ടുപോയിട്ട് എന്താ കാര്യം? ഭൂമി മൊത്തം മനുഷ്യരില്ലാതെ കിടക്കും, എന്തെല്ലാം സ്ഥലങ്ങൾ കിടക്കുന്നു, അതെല്ലാം കിട്ടുമല്ലോ, എടുക്കുമല്ലോ, ഇത് ഇത്ര കാര്യമാണോ എന്നാണ് വിചാരിച്ചത്. നമ്മൾ വിചാരിക്കും നിസ്സാരമായി കരുതുന്നിടത്തായിരിക്കും ദൈവകൃപ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു നിമിഷം ഇന്ന് പൽക്കാലം ദൈവം സംസാരിച്ചെങ്കിൽ ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാവോ? എപ്പോഴും ഒരു പാഠം നമുക്കുണ്ട്. ദൈവവചനത്തിനകത്ത് അനുഗ്രഹങ്ങളുണ്ട്, അപ്പോൾ തന്നെ വാണിംഗ് ഉണ്ട്, സൂക്ഷിക്കുക എന്നുള്ള വചനങ്ങളുണ്ട്. അനന്തര ഫലങ്ങളെപ്പറ്റി ദൈവവചനം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതിലൊന്നും പെട്ടുപോകാതിരിക്കാനായിട്ട് നമ്മുടെ തോട്ട യജമാനൻ വന്ന് നോക്കുമ്പോൾ ഫലപ്രദമാകുവാനും അധികം ഫലം കായ്പാനും ഇടയാകേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, നിരന്തരമായ പീഡകളും പോരാട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകാതെ വേണം കർത്താവേ എനിക്ക് സഹനശക്തി തരണമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവെ ക്ഷമിപ്പാനുള്ള കൃപ തരണമേ, എനിക്ക് മുന്നേറുവാൻ എന്നെ ഏൽപ്പിച്ച തോട്ടം ഫലപ്രദമാക്കുവാനുള്ള കൃപ തരണം. അത് ഹെൽത്ത് ആയിക്കൊള്ളട്ടെ, വെൽത്ത് ആയിക്കൊള്ളട്ടെ, ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ആത്മീയ ജീവിതമായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും ഒരു മാനസാന്തര അനുഭവത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക.